പ്രിയപ്പെട്ടവരെ, ദൈവികതയുടെ രഹസ്യം എന്ന ഈ ബൈബിൾ സ്റ്റഡി ചില നാളുകളായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് തുടരുവാൻ, നിങ്ങളോട് സംസാരിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുന്നതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. യോഹന്നാൻ സുവിശേഷം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാം, ഞാൻ സ്ഥലം ഒരുക്കുവാൻ പോകുന്നു, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ ചേർത്ത് കൊള്ളും എന്ന് കർത്താവ് അവിടെ പറയുകയാണ്. 3 സുവിശേഷങ്ങൾ വായിക്കുമ്പോഴും പഴയ നിയമത്തിലെ പ്രവാചക പുസ്തകങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയും കർത്താവ് വീണ്ടും വരും എന്ന്. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്തമാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുക ഇല്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തമാണ്, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുക ഇല്ല. പ്രിയമുള്ളവരെ, കർത്താവ് ദൈവമായതുകൊണ്ടാണ് ഇപ്രകാരം വീണ്ടും വരുമെന്നും ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ലെന്നും നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല, ഒരിക്കലും നമ്മെ അനാഥരായി വിടുകയില്ല എന്ന് മാത്രമല്ല, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. നാം വിശ്വാസത്താൽ കർത്താവിനെ സ്വീകരിച്ചിരിക്കുന്നു. നാം വിശ്വാസത്താൽ കർത്താവിനെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, നാം പരിപൂർണമായും ആത്മാവിൽ ഉണരുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. വാക്കു പറഞ്ഞവൻ മാറുകയില്ല. കർത്താവ് പറഞ്ഞ വാഗ്ദത്തം ഒരിക്കലും കർത്താവ് മാറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് ആരാണ് എന്നുള്ള തിരിച്ചറിവ് ഏതൊരു ദൈവ പൈതലിനും അത്യന്തിതാപേക്ഷിതമായിട്ട് ഉണ്ടായിരിക്കണം. അല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീണ്ടും ജനന അനുഭവം ആരംഭിച്ചിട്ടില്ല എന്ന് തന്നെ വ്യക്തമായിട്ട് എനിക്ക് പറയേണ്ടി വരും. കാരണം അതൊരു സത്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ ആരെന്ന് വ്യക്തമായ രീതിയിൽ ആത്മാവിൽ രുചിച്ചറിയാതെ, അനുഭവിച്ചറിയാതെ, സ്തോത്രം, നമുക്കൊരിക്കലും ദൈവവുമായി ഒരു ബന്ധം നമുക്ക് ഇല്ല എന്ന സത്യത്തെ എല്ലാ പ്രിയപ്പെട്ടവരും ഒരുപോലെ മനസ്സിലാക്കണമെന്ന് ഞാൻ കർത്തൃനാമത്തിൽ ഞാൻ നിങ്ങളോടെല്ലാവരോടും പറയുകയാണ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങളോട് എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. സുവിശേഷങ്ങളിൽ കർത്താവ് വിളിച്ചു പറഞ്ഞ വാക്കാണ്, ഞാൻ വീണ്ടും വരും. സുവിശേഷങ്ങളിൽ നാം കാണുന്ന കാര്യമാണ് കർത്താവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത്. സുവിശേഷങ്ങളിൽ നാം കാണുന്ന ഒരു സത്യമാണ് കർത്താവ് ദൈവത്തെ വെളിപ്പെടുത്തുന്നത്. സുവിശേഷങ്ങളിൽ നാം കാണുന്ന മറ്റൊരു സത്യമാണ് കർത്താവ് ദൈവത്തെ വെളിപ്പെടുത്തുക മാത്രമല്ല, കർത്താവ് ദൈവത്തിൻ്റെ പ്രവൃത്തി തന്നെ ചെയ്യുന്നത്. ശ്രദ്ധിക്കണം, കർത്താവ് ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്തു എന്ന് പറയുമ്പോൾ, സ്തോത്രം, നമുക്കത് എന്താണ്, നിങ്ങളത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാം, പഴയ നിയമത്തിലും ഭക്തന്മാർ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്തു. സ്തോത്രം, എങ്ങനെയാണ് ചെയ്തത്? സമയത്ത് ദൈവം അവർക്ക് കൊടുക്കുന്ന അരുളപ്പാടനുസരിച്ച് അവർ പ്രവർത്തിച്ചു. അവർ ദൈവത്തിൻ്റെ പ്രവൃത്തി നിവർത്തിച്ചു. സ്തോത്രം, അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന പ്രവൃത്തി അവർ നിവർത്തിച്ചു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അപ്രകാരമല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്തത്. കർത്താവ് ദൈവത്തിലും ദൈവം കർത്താവിലും വസിച്ചുകൊണ്ട്, അവർ ഒന്നായിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, എന്നെ കണ്ടവൻ ദൈവത്തെ കണ്ടിരിക്കുന്നു. അതായത് പിതാവിനെ കണ്ടിരിക്കുന്നു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി തന്നെ പിതാവിനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഞാൻ ഇന്ന് എൻ്റെ ദൈവത്തെ, എൻ്റെ പിതാവായ ദൈവത്തെ സ്നേഹിക്കുന്നത്
കർത്താവായ യേശു ക്രിസ്തു ആ പിതാവായ ദൈവത്തെ എനിക്ക് കാണിച്ചു തന്നതുകൊണ്ടാണ്. എനിക്ക് കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തെ ഒരു വ്യത്യസ്തനായിട്ട്, അല്ലെങ്കിൽ വേറൊരു മനുഷ്യനായിട്ട്, അല്ലെങ്കിൽ വേറൊരു ദൈവമായിട്ടല്ല കർത്താവ് എനിക്ക് എൻ്റെ പിതാവിനെ കാണിച്ചു തന്നിരിക്കുന്നത്. സ്തോത്രം. ഞാൻ പിതാവായ ദൈവത്തെ കണ്ടിരിക്കുന്നത് സാക്ഷാൽ എൻ്റെ അരുമനാഥനായ യേശു ക്രിസ്തുവിൽ തന്നെ ആണ്. എനിക്കും നിങ്ങൾക്കും പിതാവായ ദൈവത്തെ കാണുവാൻ, അനുഭവിപ്പാൻ, സ്നേഹിപ്പാൻ, അടുത്തു വരുവാൻ, രുചിപ്പാൻ എല്ലാം 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 യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ് അവസരമുള്ളത്. ഈ ഒരു സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ദൈവജനം വ്യക്തമായ നിലവാരത്തിൽ കർത്താവുമായുള്ള ബന്ധത്തിൽ വളർന്നു വരുവാനായിട്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ പ്രവൃത്തി കർത്താവായ യേശു ക്രിസ്തു ചെയ്തത്, ദൈവം ക്രിസ്തുവിൽ വസിച്ചുകൊണ്ടും ക്രിസ്തു ദൈവത്തിൽ വസിച്ചതുകൊണ്ടുമാണ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ പഴയ നിയമത്തിലെ ഭക്തന്മാർ ദൈവപ്രവൃത്തി ചെയ്തത് ദൈവശബ്ദം കേട്ടും ദൈവത്തിൻ്റെ അരുളപ്പാട് കേട്ടും പ്രവചനങ്ങളിലൂടെയും എല്ലാമാണ് എന്ന് നമുക്ക് കാണാം. എന്നാൽ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ഒരു പ്രവാചകന്റെ സഹായത്താലല്ല, അല്ലെങ്കിൽ ദൂതൻ പറയുന്നത് കേട്ടിട്ടല്ല, അല്ലെങ്കിൽ ദൈവം പറയുന്നത് കേട്ടിട്ടല്ല, മറിച്ച് എപ്രകാരം സാക്ഷാൽ ദൈവം തന്നെ വസിക്കുന്നവനായിട്ട്, ദൈവം തൻ്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട്, താൻ ദൈവത്തിൽ വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്തു. അതായത് ദൈവം തന്നെ മനുഷ്യനായി ഇറങ്ങി വന്ന് ഏകജാതനായവൻ്റെ തേജസ്സായിട്ട് ശിഷ്യന്മാർ കണ്ട ആ അരുമനാഥനിൽ നമുക്ക് പിതാവിനെ കാണാം. ആ അരുമനാഥനിൽ നമുക്ക് പിതാവിൻ്റെ പ്രവൃത്തിയെ കാണാം. ആ അരുമനാഥനിൽ നാം ആരും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കണമെന്ന ദൈവത്തിൻ്റെ ഇഷ്ടത്തെ നമുക്ക് കാണാം. ആ അരുമനാഥനിൽ നമുക്ക് ദൈവവും മനുഷ്യനുമായുള്ള ശത്രുത്വം ഇനിയില്ല. ഇനി പുത്രനിൽ വിശ്വസിക്കുന്നവർ ഏവരും എൻ്റെ പുത്രന്മാരാണ്, എൻ്റെ സന്തതിയാണ്. എൻ്റെ ആദ്യജാതനിൽ ഞാനയച്ച എൻ്റെ ഏകജാതനിൽ വിശ്വസിക്കുന്നവരെല്ലാം, കർത്താവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കയറിപ്പോയവരിൽ ആദ്യജാതനാകയാൽ നമുക്ക് ദൃഷ്ടാന്തമായി മാറ്റി ആ ഏകജാതനായി വന്ന അരുമനാഥൻ ആദ്യജാതനായി നമുക്ക് വേണ്ടി മാറ്റപ്പെട്ടു. സകലത്തിൻ്റെ അധികാരിയായി ഇറങ്ങി വന്നവൻ, സകലത്തിൻ്റെയും അധികാരി എന്ന ആ സ്ഥാനം മാറ്റിവെച്ച് സകലത്തിൻ്റെയും അധികാരി നാമും കൂടെയാണ് എന്ന വിശേഷണം, എന്ന അനുഗ്രഹം നമുക്ക് തന്നിട്ട് പോയി. പ്രിയമുള്ളവരെ, ദൈവവചനം നമ്മോട് വ്യക്തമായിട്ട് ഇടപെടുകയാണ്. ദൈവത്തിൻ്റെ വചനം നമ്മോട് വ്യക്തമായിട്ട് സംസാരിക്കുകയാണ്. എന്താണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം നമ്മോട് വ്യക്തമായി പറയുകയാണ്, നിങ്ങൾ ക്രിസ്തുവിൽ പിതാവിനെ കാണണം. നിങ്ങൾ പിതാവിൽ ക്രിസ്തുവിനെ കാണണം. നിങ്ങൾ പിതാവിലും പുത്രനിലും വസിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾ കാണണം. ഞാൻ ഈ 3 നാമങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഒരു കാര്യം ദൈവം ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ദൈവം ഏകനാണ്. ഏകനായ ദൈവത്തെ ഏകജാതനായ പുത്രൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഏകജാതനായ പുത്രനെ സ്വീകരിക്കുന്നവർക്കെല്ലാം ഏക ദൈവത്തിൻ്റെ സന്തതിയാകാൻ അവസരം ലഭിച്ചിരിക്കുകയും ഏക ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രാപിപ്പാനും ആ ആത്മാവിനാൽ ആ ഏകദൈവത്തിൻ്റെ സന്തതിയായി ഏകജാതനിൽ വസിപ്പാനും നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. ഈ ഒരു സത്യത്തെ ഗ്രഹിച്ചു തന്നെ നാം മുൻപോട്ട് പോകേണ്ടത് ഉണ്ട്. ഞാൻ നിങ്ങളോട് ഈ തിരുവചന സത്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഒരു രീതിയിലുമുള്ള
ആശയക്കുഴപ്പത്തിൻ്റെ ആവശ്യം ഇല്ല എന്ന സത്യത്തെ ദൈവകൃപയാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊള്ളുകയാണ്. ഞാൻ എന്തുകൊണ്ട് നിങ്ങളോട് അത് പറയുന്നു? കാരണം താൻ ആരെന്ന് സ്തോത്രം കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. താൻ ആരെന്ന് പിതാവ് കർത്താവിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഇന്ന് കർത്താവിൻ്റെ കൃപയാൽ നമുക്ക് സന്തോഷത്തോടെ നമുക്ക് പറയാം ദൈവമാരെന്ന്, ക്രിസ്തു ആരെന്ന്. ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആർക്കും കണ്ടുകൂടാത്ത അല്ലെങ്കിൽ അടുത്തുകൂടാത്ത വെളിച്ചങ്ങളിൽ അധിവസിക്കുന്നവൻ, ആരും കണ്ടിട്ടില്ലാത്തവൻ, ദൈവം, സാക്ഷാൽ ദൈവം സ്തോത്രം മനുഷ്യനായി ഇറങ്ങി വന്ന് താൻ മനുഷ്യനായി ഇറങ്ങി വന്നു നമ്മുടെ സകല പാപങ്ങൾക്കും സകല അധർമ്മങ്ങൾക്കും താൻ പരിഹാരകനായി ഏകജാതനായ പുത്രനായി തന്നെ ഇറങ്ങി വന്നു എന്ന് വിശ്വസിപ്പാൻ തക്കവണ്ണം തങ്ങളെ തന്നെ താഴ്ത്തുന്ന, തങ്ങളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ ഒരു ശിശുവിനെ പോലെ ഏൽപ്പിക്കുന്ന മാനുഷിക ബുദ്ധി വച്ചിട്ടല്ല, ദൈവാത്മാവിൻ്റെ സഹായത്താൽ ദൈവാത്മാവ് സഹായിക്കുന്നത് കൊണ്ട് മാത്രം, അവർ ദൈവത്തെ സത്യസന്ധമായി അന്വേഷിക്കുന്നത് കൊണ്ട് മാത്രം, ആ സത്യത്തെ അവർ തിരിച്ചറിയുന്നത് കൊണ്ടും, ആ സത്യത്തെ തിരിച്ചറിഞ്ഞവരെ ആ സത്യത്തിൽ നിലനിർത്തുവാൻ, വഴി നടത്തുവാൻ, സകല സത്യത്തിലും നീതിയിലും തന്നെ വഴി നടത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുകയും ചെയ്യുകയാണ്. ഞാൻ പിതാവില്ലെന്നല്ല പറയുന്നത്, ഞാൻ പരിശുദ്ധാത്മാവില്ലെന്നല്ല പറയുന്നത്, ഞാൻ കർത്താവായ യേശുക്രിസ്തു ഇല്ലെന്നല്ല പറയുന്നത്. ഞാൻ പിതാവാരെന്ന് നിങ്ങളോട് പറയുകയാണ്. ഞാൻ കർത്താവായ യേശുക്രിസ്തു ആരെന്ന് നിങ്ങളോട് പറയുകയാണ്. ഞാൻ പരിശുദ്ധാത്മാവ് ആരെന്ന് പറയുകയാണ്. ഞാൻ ദൈവികതയുടെ രഹസ്യമെന്തെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഈ വിഷയത്തിൽ നിങ്ങൾക്കൊരു രീതിയിലും ഒരാശയക്കുഴപ്പത്തിൻ്റെ ആവശ്യമില്ല എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് വ്യക്തമാക്കുകയാണ്. ദൈവ പൈതലേ, നിന്നിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുവാനല്ല ദൈവം തൻ്റെ പുത്രനെ അയച്ചത്. മറിച്ചോ ഞാനും നിങ്ങളും പുത്രനിലൂടെ ദൈവത്തെ കണ്ടെത്തുവാനാണ്. ആ വചനമായവനിലൂടെ, വചനമായവൻ്റെ പുറകിലുള്ള ആ സത്യദൈവത്തെ കണ്ടെത്തുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ആരുണ്ട് എന്ന് ദൈവം മനുഷ്യരാശിയിൽ മുഴുവൻ അന്വേഷിക്കുകയാണ് എന്ന് സങ്കീർത്തനക്കാരൻ 53-ാം അധ്യായത്തിൽ പറയുന്നു. ഗാഡ് ഈസ് ലുക്കിംഗ് അൺ ടു ദ ഹോൾ ഹ്യൂമാനിറ്റി. മനുഷ്യരാശിയെ മുഴുവനായിട്ട് ദൈവം നോക്കുകയാണ്. ഒരു മതത്തിൽപ്പെട്ടവനെ അല്ല നോക്കുന്നത്, ഒരു ജാതിയിൽപ്പെട്ടവനെ അല്ല നോക്കുന്നത്, ഏതെങ്കിലും ഒരു ഏരിയയിലുള്ള ഒരു വ്യക്തിയെ അല്ല നോക്കുന്നത്. സകലത്തിൻ്റെയും സൃഷ്ടികർത്താവ് താൻ സൃഷ്ടിച്ച തൻ്റെ സൃഷ്ടിയാകുന്ന മനുഷ്യരാശിയിൽ മുഴുവനായി നോക്കുകയാണ്. ഈ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും ഇനി വരുവാനുള്ള കാലഘട്ടത്തിലും ദൈവം ഒരുപോലെ നോക്കുകയാണ്. തന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന്. ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാം. തന്നെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ എന്ന് ദൈവം പറയുന്നത് സ്വയത്തിൽ ആശ്രയിക്കുന്ന ബുദ്ധിമാന്മാരെ അല്ല, ഇന്റലക്ച്വലി സൗണ്ടായിരിക്കുന്ന വ്യക്തികളെന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഇന്റലക്ച്വലി സൗണ്ട്, ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും എല്ലാം ഒരുപോലെയാണ് എന്ന സത്യം മറക്കല്ല്. ദൈവത്തിന് മുഖപക്ഷം ഇല്ല. ദൈവം തിരഞ്ഞെടുക്കുന്നത് ബുദ്ധി കൂടുതലുള്ളവനെയും കുറഞ്ഞവനെയല്ല. ദൈവത്തിന് ബുദ്ധിയുള്ളവരെയും ബുദ്ധിയില്ലാത്തവരെയും എല്ലാം വേണം. താഴ്ന്നതും ചെറുതും വലുതും എല്ലാം ദൈവത്തിന് വേണം. അതുകൊണ്ടാണ് ദൈവം നീതിമാനായിരിക്കുന്നത്. നീതിമാനായ ദൈവം ഏത് കാലഘട്ടത്തിലും തന്നെ അന്വേഷിക്കുന്നത് ആരെന്നറിയുന്ന ദൈവം, അവരെല്ലാം ലോകസ്ഥാപനത്തിന് മുൻപേ കണ്ട ദൈവം യേശു ക്രിസ്തുവിലൂടെ അവരെല്ലാം തിരഞ്ഞെടുത്തു. എങ്ങനെ തിരഞ്ഞെടുത്തു? തൻ്റെ മക്കളായി തിരഞ്ഞെടുത്തു. താൻ അവിടെ ദൈവമായി നിലനിൽക്കുന്നില്ല, പകരം താൻ അവിടെ പിതാവായി നിലനിൽക്കുകയാണ്. താൻ അവിടെ പുത്രനായി നിലനിൽക്കുകയാണ്. താൻ അവിടെ ആത്മാക്കളുടെ ഉടയവനായി നിലനിൽക്കുകയാണ്.
താൻ അവിടെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ വീണ്ടും ജനിപ്പിക്കുകയും പരിശുദ്ധാത്മാവിനാൽ നമ്മെ സത്യത്തിലും നീതിയിലും വഴി നടത്തുന്നവനുമായിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം, കൊലോഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 15 ഓൺവേർഡ്സ്, ഇവിടെ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ക്രൈസ്റ്റ് ഈസ് ദ വിസിബിൾ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗാഡ്. He existed before anything was created and is supreme over all creation. മലയാളത്തിൽ ഞാനത് വിവർത്തനം ചെയ്തു കഴിഞ്ഞാൽ, ക്രൈസ്റ്റ് ഈസ് ദ വിസിബിൾ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗാഡ്. ക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ രൂപമാണ്, അല്ലെങ്കിൽ പ്രതിമയാണ്. ക്രിസ്തു ആരാണ്? ക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ രൂപമാണ്. ഇമേജ്, രൂപമാണ്. മലയാളത്തിൽ പ്രതിമ എന്ന് പറയുന്നു. ഇങ്ങനെ എല്ലാം പറഞ്ഞിട്ടും ക്രിസ്തുവിനെയും ദൈവത്തെയും രണ്ടായി കാണുന്നവരോട് എനിക്ക് ഒന്നും പറയാനില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ഒരു മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് സാക്ഷാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ വീണ്ടും ജനിച്ചിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ആത്മാവ് അനുഭവിപ്പാൻ വെളിപ്പെടുത്തി കൊടുത്താൽ മാത്രമേ ദൈവത്തിൻ്റെ സ്നേഹം എന്തെന്നറിയാൻ കഴിയൂ. ആ സ്നേഹം രുചിച്ചറിയാൻ തുടങ്ങുന്നവർക്ക് മാത്രമേ ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കാനും കഴിയൂ. നമുക്ക് നമ്മുടേതായ കഴിവോ നമ്മുടേതായ ബുദ്ധിയോ നമ്മുടേതായ സവിശേഷ ഗുണങ്ങൾ കൊണ്ടോ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടോ നമ്മളെ ആരെങ്കിലും ഉപദേശിച്ചത് കൊണ്ടോ നമ്മൾ എടുക്കുന്ന തീരുമാനം കൊണ്ടോ ദൈവത്തെ അറിയുവാനോ ദൈവത്തെ സ്നേഹിപ്പാനോ ദൈവത്തിൻ്റെ പാതയിൽ നടപ്പാനോ ദൈവത്തെ വിശ്വസിപ്പാനോ കഴിയില്ല. അടിവരയിട്ട് ഞാൻ പറയുകയാണ്. മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിപ്പാൻ രുചിക്കാൻ അവസരം തരണം. അതിന് നാം ദൈവമാര് ക്രിസ്തുവാര് എന്ന ആ ഒരു പരിപൂർണ ബോധ്യത്തിലേക്ക് നാം വരണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്രൈസ്റ്റ് ഈസ് ദ വിസിബിൾ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗാഡ്. ക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ രൂപമാണ്. അദൃശ്യനായ ദൈവം വചനത്തെ, എൻ്റെ ശബ്ദത്തെ നിങ്ങൾക്ക് കേൾക്കാനേ കഴിയൂ, കാണാൻ കഴിയില്ല. ആർക്കും വചനത്തെയും കാണാൻ കഴിയില്ലായിരുന്നു. എന്നാൽ വചനം ജഡമായി തീർന്നപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. ക്രിസ്തു, ഇന്ന് നാം ക്രിസ്തുവിനെ വിശ്വാസത്താൽ കാണുകയാണ്. ഒരു നാൾ വരും മുഖാമുഖം കാണും. അന്യന്റെ കണ്ണുകളാൽ അല്ല, സ്വന്തം കണ്ണുകളാൽ തന്നെ. ഈ സ്വന്തം കണ്ണെന്ന് പറയുമ്പോൾ ഈ കാണുന്ന കണ്ണുകളാലല്ല. നാം ജനിച്ചിരിക്കുന്നത് ആത്മാവിനാലാണ്. ഏതാത്മാവിനാൽ? ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ. നാം ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് ക്രിസ്തുവിനെ കാണും. നാം ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് ക്രിസ്തുവിനെ അനുഭവിക്കും. നാം ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് ക്രിസ്തുവിനെ രുചിച്ചറിയും. നാം ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് ആ ദൈവത്തെ നാം അറിയും. He existed means Christ existed before anything was created and is supreme over all creation. വേദപുസ്തകം വ്യക്തമായി എഴുതിയിരിക്കുന്നു, സകലതും സൃഷ്ടിക്കപ്പെടുന്നതിന് മുൻപേ ക്രിസ്തു സൃഷ്ടിക്കപ്പെട്ടു എന്നല്ല, മറിച്ച് ക്രിസ്തു ഉണ്ടായിരുന്നു. കാരണം എന്ത്? ക്രിസ്തു ദൈവമാണ്. എന്നിട്ട് എന്താ എഴുതിയിരിക്കുന്നത്? ആൻഡ് ഈസ് സുപ്രീം ഓവർ ഓൾ ക്രിയേഷൻ. ഹി ഈസ് സുപ്രീം ഓവർ ഓൾ ക്രിയേഷൻ. സകലത്തിന്റെ മേലും അധികാരമുള്ളവനാണ്, സകല സൃഷ്ടിയുടെ മേലും അധികാരമുള്ളവനാണ് ക്രിസ്തു എന്ന് ഇവിടെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. സകലത്തിന്റെ മേലും ആധികാരികതയുള്ളവനാണ് ക്രിസ്തു. ത്രൂ ഹിം God created everything.
ഇൻ ദ ഹെവൻലി റെൽം ആൻഡ് ഓൺ എർത്ത്. സ്വർഗത്തിലും ഭൂമിയിലും സകല മേഖലകളിലും സകല തലത്തിലുമുള്ള സകലത്തെ ദൈവം സൃഷ്ടിച്ചത് ക്രിസ്തുവിലൂടെയാണ്. ദൈവത്തെ ആരും കണ്ടിട്ടില്ല, എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവത്തെ കണ്ടത് ക്രിസ്തുവിലൂടെ മാത്രമാണ്. ദൈവത്തിന്റെ ഏറ്റവും വലിയ യുണീക്നെസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിശുദ്ധിയാണെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ദൈവത്തിന്റെ വിശുദ്ധിയാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൽ വസിക്കുവാൻ, ദൈവത്തോടുകൂടെ ചേർന്നിരിപ്പാൻ, ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ ദൂതന്മാർക്ക് കഴിയില്ല, സാറാഫുകൾക്ക് കഴിയില്ല, വിശുദ്ധന്മാർക്ക് കഴിയില്ല, മൂപ്പന്മാർക്ക് കഴിയില്ല, ആർക്കും കഴിയില്ല. അറുക്കപ്പെട്ട കുഞ്ഞാടാകുന്ന തൻ്റെ തന്നെ ഭാഗമാകുന്ന അരുമനാഥന് മാത്രമേ കഴിയൂ. ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, നമുക്ക് ദൈവത്തെ കാണാൻ ക്രിസ്തുവിലൂടെ മാത്രമേ കഴിയൂ. ക്രിസ്തുവിലൂടെ എങ്ങനെ കാണാനാ? ക്രിസ്തു തന്നെ ദൈവമാണ് എന്ന ആ അചഞ്ചലമായ വിശ്വാസത്തിലൂടെ മാത്രമേ നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയൂ. യേശുക്രിസ്തുവിന് മഹത്വം. നമുക്ക് ദൈവത്തെ വിശ്വാസത്താൽ മാത്രമേ കാണാൻ കഴിയൂ. അതുകൊണ്ടാണ് നമ്മെ ദൈവം വിശ്വാസത്താൽ നീതീകരിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിന് മഹത്വം. അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ വിശ്വാസവീരന്മാർ ഉറച്ചു നിന്നു. He made the things we can see and the things we can't see. ക്രിസ്തു നമുക്ക് കാണാൻ കഴിയുന്നതും കാണാൻ കഴിയാത്തതുമാകുന്ന സകലത്തെയും സൃഷ്ടിച്ചു. അതാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 3-ാം അധ്യായം പറയുന്നത്. ലോകം ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഈ ദൃശ്യമായതിന് കാരണമല്ല, ഈ ദൃശ്യമായതൊന്നും കൊണ്ടല്ല ലോകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, മറിച്ച് ലോകം ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാം എങ്ങനെ അറിയുന്നത്? വിശ്വാസത്താൽ അറിയുന്നു. എങ്ങനെ നാം അറിയുന്നത്? വിശ്വാസത്താൽ അറിയുന്നു. Such as thrones, kingdoms, rulers and authorities in the unseen world. നമുക്ക് കാണാൻ കഴിയാത്ത ലോകത്തും കാണാൻ കഴിയുന്ന ലോകത്തും യേശുക്രിസ്തു സിംഹാസനങ്ങളാകട്ടെ, രാജ്യങ്ങളാകട്ടെ, ഭരണകർത്താക്കളാകട്ടെ, അധികാരികളാകട്ടെ, എന്തു തന്നെ ആകട്ടെ, എവറിത്തിങ് വാസ് ക്രിയേറ്റഡ് ത്രൂ ഹിം ആൻഡ് ഫോർ ഹിം. സകലതും ക്രിസ്തുവിനാൽ സൃഷ്ടിക്കപ്പെട്ടു, ക്രിസ്തുവിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു. എന്തുകൊണ്ട്? ക്രിസ്തു ദൈവമായതുകൊണ്ട്. അതാണ് 15-ാമത്തെ വാക്യം പറയുന്നത്, ക്രൈസ്റ്റ് ഈസ് ദ വിസിബിൾ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗോഡ്. എന്താണ് വചനം? വചനമെന്നാൽ അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യമായ രൂപമാണ് വചനം. ആ വചനം ജഡമായി തീർന്നു. ക്രിസ്തു ദൈവമാണ്. 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ഹി എക്സിസ്റ്റഡ് ബിഫോർ എനിത്തിങ് എൽസ് ആൻഡ് ഹി ഹോൾഡ്സ് ഓൾ ക്രിയേഷൻ ടുഗദർ. നേരത്തെ നാം വായിച്ച കാര്യം തന്നെയാണ് അവിടെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് സ്ട്രെസ് ചെയ്ത് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് എഴുതിയിരിക്കുന്നത്. എന്താണത്? ക്രിസ്തു സകലതും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ, സകലതും ഉണ്ടായി വരുന്നതിന് മുമ്പേ, ഉത്ഭവിക്കുന്നതിനു മുമ്പേ ക്രിസ്തു ഉണ്ട്. ക്രിസ്തു സൃഷ്ടിക്കപ്പെട്ടവനല്ല, ക്രിസ്തു സൃഷ്ടിതാവാണ്. മനസ്സിലാക്കണം, സൃഷ്ടിതാവാണ് ദൈവം, സൃഷ്ടി ദൈവമല്ല. ക്രിസ്തു സൃഷ്ടിതാവായതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവിനാൽ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഉരുവായത്. മനസ്സിലാക്കണം, ക്രിസ്തു സൃഷ്ടിതാവായതുകൊണ്ടാണ് മനുഷ്യന്റെ ഇഷ്ടപ്രകാരം ജനിക്കാത്തത്. മനസ്സിലാക്കണം, ക്രിസ്തു സൃഷ്ടിതാവായതുകൊണ്ടാണ് ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ അടുക്കൽ തൻ്റെ സ്ഥാനത്തേക്ക് താൻ വീണ്ടും പോയത്. ക്രിസ്തു
സൃഷ്ടിതാവായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വീണ്ടും എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും എന്ന് പറഞ്ഞത്. ക്രിസ്തു സൃഷ്ടിതാവായതുകൊണ്ടാണ് ഞാൻ വീണ്ടും വരും എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു സൃഷ്ടിതാവായതുകൊണ്ടാണ് തൻ്റെയും പിതാവിൻ്റെയും ആത്മാവ്, ഏകയാത്മാവ്, ഏകദൈവം, ആ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മിലേക്ക് അയച്ച് നമ്മെ തന്നിൽ വീണ്ടും ജനിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ സത്യത്തിൽ നിലനിൽക്കാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിച്ചേ മതിയാകൂ. അല്ലാഞ്ഞാൽ നമുക്ക് ഈ സത്യത്തിൽ നിലനിൽക്കാൻ കഴിയില്ല. ഞാൻ എത്ര തന്നെ നിങ്ങൾക്കിത് പറഞ്ഞു തന്നാലും നിങ്ങൾക്കിത് മനസ്സിലാകണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചാലേ പറ്റൂ. നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ക്രിസ്തേശുവിൽ വീണ്ടും ജനിച്ചവരാണ് എങ്കിൽ മാത്രമേ ഈ സത്യം നിങ്ങൾക്ക് മനസ്സിലാകൂ. ചിലർ പിതാവ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു, ചിലർ യേശു മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു, ചിലർ പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുക്കുന്നു, ചിലർ ഈ മൂന്നിനും പ്രാധാന്യം കൊടുക്കുന്നു, ചിലർ ഈ മൂന്നിനെയും വ്യക്തികളായി കാണുന്നു. പക്ഷേ വിശുദ്ധ വേദപുസ്തകം എന്താണ് പഠിപ്പിക്കുന്നത്? വിശുദ്ധ വേദപുസ്തകം നമ്മെ എപ്രകാരമാണ് നിലനിർത്തുന്നത് എന്ന് പക്വതയോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഇതെല്ലാം നാം മനസ്സിലാക്കുന്നത് നാം ജ്ഞാനികളായി മാറുവാനല്ല, മറിച്ച് കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ പൂർണ്ണ ശക്തിയോടും കൂടെ കർത്താവിനെ, പിതാവിനെ തന്നെ, സാക്ഷാൽ യേശു ക്രിസ്തുവിനെ തന്നെ സ്നേഹിക്കുന്നവരാകുവാൻ വേണ്ടിയാണ്. എങ്ങനെ സ്നേഹിക്കുന്നവരാകുവാൻ വേണ്ടിയാണ്? പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട്, സ്വന്തം ശക്തിയിലോ മനസ്സിലോ ബലത്തിലോ ഒന്നുമല്ല, 100% സാക്ഷാൽ ദൈവാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവിനെ നിഷ്കളങ്കമായി നിർമ്മലമായി സ്നേഹിക്കുന്നവരായി മാറുവാൻ വേണ്ടിയാണ്. ഈ ഒരു സത്യം എല്ലാ ദൈവമക്കളും ഒരുപോലെ മനസ്സിലാക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. യേശുക്രിസ്തുവിന് മഹത്വം. ദൈവം നമുക്ക് ക്രിസ്തുവിലൂടെ തന്നെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമുക്ക് പുത്രനിൽ നിന്നുള്ളതെടുത്ത് പരിശുദ്ധാത്മാവ് നമുക്കിന്ന് അറിയിച്ചു തരുന്നത്, എല്ലാത്തിൻ്റെയും ലക്ഷ്യമെന്ന് പറയുന്നത് നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാകണം. ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ നാം നമ്മെ തന്നെ ത്യജിക്കുന്നവരാകുക എന്നാണ്. ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ നാം ഇനി നമുക്ക് വേണ്ടി അല്ല ജീവിക്കുന്നത്, നാം നമ്മുടെ അരുമനാഥന് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന സത്യത്തെ തിരിച്ചറിയുന്നവരാകണമെന്നാണ്. കർത്താവേ, നമുക്ക് അങ്ങേ സ്നേഹിക്കാനുള്ള കൃപ നമുക്ക് ധാരാളമായി തരുന്നതിനായി സ്തോത്രം. അവിടെയാണ് നമുക്ക് ശരിയായ രീതിയിൽ ദൈവിക വിശുദ്ധി അനുഭവിക്കാൻ കഴിയുന്നതും അവിടെയാണ് നമുക്ക് ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, മുൻപോട്ട് പോകുമ്പോൾ 17ാമത്തെ വാക്യം ഞാൻ ഒരിക്കലൂടെ ഒന്ന് വായിക്കുകയാണ്. ഹി എക്സിസ്റ്റഡ് ബിഫോർ എനിത്തിങ് എൽസ് ആൻഡ് ഹി ഹോൾഡ്സ് ഓൾ ക്രിയേഷൻ ടുഗദർ. ഇവിടെ വ്യക്തമായ രീതിയിൽ പറയുന്നു, സകലത്തും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ കർത്താവ് ഉണ്ട്. ഒന്ന് മാത്രമല്ല, സകല സൃഷ്ടികളെയും താൻ ഹോൾഡ് ചെയ്യുകയാണ്, തൻ്റെ നിയന്ത്രണത്തിലാണ് സകല സൃഷ്ടികളും എന്ന് വിശുദ്ധ വചനം നമ്മോട് വ്യക്തമായി പറയുകയാണ്. ഹി ഹോൾഡ്സ് ഓൾ ക്രിയേഷൻ ടുഗദർ. സകല സൃഷ്ടികളെയും ഇവിടെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത്, സകലത്തെയും നിയന്ത്രിക്കുന്നത് ക്രിസ്തുവാണ് എന്ന് വ്യക്തമായി പറയുകയാണ്. മാത്രവുമല്ല, 18ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ക്രിസ്തു ദൈവം മാത്രമല്ല, അവിടെ വ്യക്തമായിട്ട് പറയുന്നു ക്രിസ്തു സഭയുടെ തലയാണ്, ക്രിസ്തുവാണ് രാജ്യവും മഹത്വവും എന്ന് വ്യക്തമായിട്ട് നമ്മോട് വചനം വിളിച്ചു പറയുകയാണ്. ക്രൈസ്റ്റ് ഈസ് ഓൾസോ ദ ഹെഡ് ഓഫ് ദ ചർച്ച് വിച്ച് ഈസ് ഹിസ് ബോഡി. ഹി ഈസ് ദ ബിഗിനിങ്, supreme over all,
who rise from the dead. So he is first in everything. Christ is also the head of the church. ക്രിസ്തു സഭയുടെ തലയാകുന്നു. which is his body. സഭ എന്താണ്? സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. നിങ്ങളും ഞാനും പലപ്പോഴും ചോദിക്കും, ഏത് സഭയാ, ഏത് സഭയിൽപ്പെട്ടതാ എന്നൊക്കെ. പ്രിയപ്പെട്ടവനെ, ദൈവം നോക്കുന്ന ഒരേ ഒരു സഭ, ദൈവത്തിൻ്റെ സന്നിധിയിൽ വാലിഡിറ്റി ഉള്ള ഒരേ ഒരു സഭ, അത് ക്രിസ്തു ആകുന്ന ആ ശരീരമാണ്. ക്രിസ്തു തലയായിരിക്കുന്ന ആ സഭ മാത്രമാണ്. നിങ്ങൾ ഈ ലോകപ്രകാരം ഏത് സഭയിലായാലും നിങ്ങൾ ഈ സഭയിൽ പെട്ട വ്യക്തിയാണ്. അതായത് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. ക്രിസ്തു നിങ്ങളുടെ തലയാണ് എന്ന ബോധ്യം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുകയും ആ തലയായവനെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ആകട്ടെ നിങ്ങളുടെ ജീവിതമെന്നും ഞാൻ കർത്തൃനാമത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹി ഈസ് ദ ബിഗിനിങ്. ക്രിസ്തു ആരാണ്? സകലത്തിൻ്റെയും ആരംഭമാണ്. സുപ്രീം ഓവർ ഓൾ ഹു റൈസ് ഫ്രം ഡെഡ്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവരിൽ സുപ്രീമാണ്. For God in all his fullness was pleased to live in Christ. 19-ാമത്തെ വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് എഴുതിയിരിക്കുന്നത്? ദൈവം തൻ്റെ പരിപൂർണതയിൽ ക്രിസ്തുവിൽ വസിപ്പാൻ പ്രസാദിച്ചു. ദൈവം തൻ്റെ പരിപൂർണതയിൽ ക്രിസ്തുവിൽ വസിക്കുവാൻ പ്രസാദിച്ചു. For God in all his fullness was pleased to live in Christ. എന്തുകൊണ്ടാ? ഇത് വായിക്കുമ്പോൾ തോന്നുന്നു രണ്ടല്ലേ? ശ്രദ്ധിക്ക്, ആ 15-ാമത്തെ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്ക്. ക്രൈസ്റ്റ് ഈസ് ദ വിസിബിൾ ഇമേജ് ഓഫ് ദ ഇൻവിസിബിൾ ഗാഡ്. എന്തുകൊണ്ടാ? ക്രിസ്തു അദൃശ്യനായ ദൈവത്തിൻ്റെ രൂപമാണ്. സ്തോത്രം, അല്ലെങ്കിൽ പ്രതിമയായതുകൊണ്ടാണ്. For God in all his fullness was pleased to live in Christ. മുമ്പോട്ട് പോകുമ്പോൾ and through him God reconciled everything to himself. ക്രിസ്തുവിലൂടെ പിതാവ് സകലത്തെയും തന്നിൽ യഥാസ്ഥാനപ്പെടുത്തി. എന്താണത്? സ്വർഗത്തിലും ഭൂമിയിലും സകലതും ക്രിസ്തുവിൽ വീണ്ടും ഒന്നായി ചേർക്ക എന്ന കാലസമ്പൂർണതയിലെ ആ പദ്ധതി തന്നെയാണത്. He made peace with everything in heaven and on earth. ക്രിസ്തുവിലൂടെ ദൈവം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകലത്തിലും കർത്താവ് സമാധാനം വരുത്തി. അതുകൊണ്ടാണ് കർത്താവ് അറിയപ്പെടുന്നത് സമാധാന പ്രഭു. ഇതേ വാക്യം തന്നെ നമുക്ക് മലയാളത്തിൽ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്തോത്രം 1-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യ ജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ സകലതും, അധികാരങ്ങളാകട്ടെ സകലതും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. ആര്? ക്രിസ്തു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. ക്രിസ്തു സർവത്തിന് മുമ്പേ ഉള്ളവൻ. ക്രിസ്തു സകലത്തിനും ആധാരമായിരിക്കുന്നു. ക്രിസ്തു സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് ക്രിസ്തു ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനും ആകുന്നു. ക്രിസ്തുവിൽ സർവസമ്പൂർണതയും വസിപ്പാനും ക്രിസ്തു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് ക്രിസ്തു മുഖാന്തരം സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും ക്രിസ്തുവിനെ കൊണ്ട് ദൈവത്തോട് പിതാവിനോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ, അതായത് നമ്മളെ, തൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് കർത്താവ് ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. ഈ ഒരു സത്യമാണ് കർത്താവ് നമ്മോട് വിളിച്ച് പറയുന്നത്. ഈ സത്യമാണ് നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം
1-ാം അധ്യായത്തിലും നമുക്ക് കാണാൻ കഴിയുന്നത്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതലാണ് ഞാൻ വായിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം ദൈവം ആയിരുന്നു. വചനം ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലവും വചനം മുഖാന്തരം ഉളവായി. ഈ വചനം ആരാണ്? ഈ വചനമാണ് അദൃശ്യനായ ദൈവത്തിൻ്റെ ദൃശ്യമായ രൂപം, ക്രിസ്തു. യേശു ക്രിസ്തുവിന് മഹത്വം. മനസ്സിലാക്കുക, ഉളവായതൊന്നും വചനത്തെ കൂടാതെ ഉളവായതല്ല. വചനത്തിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ വെളിച്ചത്തെ പിടിച്ചടക്കിയില്ല. 10-ാമത്തെ വാക്യത്തിലേക്ക് 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. വചനം ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം വചനം മുഖാന്തരം ഉളവായി, ലോകമോ വചനത്തെ അറിഞ്ഞില്ല. വചനം സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ വചനത്തെ കൈക്കൊണ്ടില്ല. വചനത്തെ കൈക്കൊണ്ട്, അതായത് ക്രിസ്തുവിനെ കൈക്കൊണ്ട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ പിതാവായ ദൈവം ക്രിസ്തു തന്നെ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ വചനത്തിൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. എന്നിട്ട് യോഹന്നാൻ വചനത്തെക്കുറിച്ച്, ഏകജാതനെക്കുറിച്ച്, ഇവിടെ എഴുതിയിരിക്കുന്നത് അവനെക്കുറിച്ചെന്നാണ്, സാക്ഷീകരിച്ച് എൻ്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുമ്പനായി തീർന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ എന്ന് വിളിച്ചു പറഞ്ഞു. ഈ ലോകപ്രകാരം നോക്കിയാൽ പോലും യോഹന്നാനേക്കാളും ജൂനിയറാണ് കർത്താവ്. എന്നാൽ ആ യോഹന്നാൻ വിളിച്ചു പറയുകയാണ്, എനിക്ക് മുമ്പേ ഉള്ളവൻ, ആ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ എനിക്ക് യോഗ്യതയില്ല, ഞാൻ അങ്ങയാലത്രേ സ്നാനപ്പെടേണ്ടത്, അങ്ങ് എൻ്റെ മുമ്പിലല്ല എന്ന് വിളിച്ചു പറഞ്ഞവൻ, പരിശുദ്ധാത്മാവിനെ തരുന്നവൻ യേശു ക്രിസ്തു. 16-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ്റെ നിറവിൽ നിന്ന്, അതായത് വചനമായവൻ്റെ ക്രിസ്തുവിൻ്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശെ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. മനസ്സിലാക്കണം, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. മനുഷ്യന് പാലിക്കാൻ കഴിയാത്ത കഠോരമായ നിയമമുള്ള ന്യായപ്രമാണം, മനുഷ്യന്റെ കഠിന ഹൃദയത്തിന് അനുസരിച്ച് നൽകപ്പെട്ട ആ ന്യായപ്രമാണം, സ്തോത്രം, മോശെ മുഖാന്തരം കൊടുത്തപ്പോൾ മനുഷ്യൻ നശിച്ചു പോകരുത്, തന്നോടുകൂടെ നിരപ്പാകണം, തന്നിൽ ഒന്നായി ചേരണം എന്ന ദൈവത്തിൻ്റെ ആ പദ്ധതി നിമിത്തം, ആ സ്നേഹം നിമിത്തം കൃപയും സത്യവും നമുക്ക് യേശു ക്രിസ്തു മുഖാന്തരം ലഭിച്ചിരിക്കുകയാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. No one has ever seen God, but the unique one who himself is God എന്ന് ഇംഗ്ലീഷ് വേദപുസ്തകം പറയുന്നു. എന്നാൽ ഇവിടെ പറയുന്നത്, അതായത് no one has ever seen God, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ വിശേഷതയുള്ളവൻ, the unique one who himself is God, അതായത് സാക്ഷാൽ ദൈവമായവൻ തന്നെ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അതാണ് ക്രിസ്തു. മലയാള വേദപുസ്തകം എന്താ എഴുതിയിരിക്കുന്നത്? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന എന്ന ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആ വാക്കിൻ്റെ അർത്ഥം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ഇതാണ് പിതാവിൻ്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പഠനം തുടങ്ങിയിട്ട് കുറച്ചേറെ ദിവസങ്ങളായി. കർത്താവിനെ വെളിപ്പെടുത്തി തരിക, കർത്താവ് ആര് എന്നുള്ള ബോധ്യത്തിൽ നിങ്ങൾ വളർന്നു വരിക. ആ ബോധ്യത്തിൽ നിങ്ങൾ കർത്താവിനെ പരിപൂർണമായി സ്നേഹിക്കുന്നവരാകുക. ആ സ്നേഹത്തിൽ നിലനിൽക്കുക, നിങ്ങളുടെ രക്ഷയെ ഉറപ്പാക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമാണ് നിങ്ങളോട് ഈ സംസാരിക്കുന്നതിലുള്ളത്. ആ വിഷയത്തിൽ നിങ്ങളെ കർത്താവ്
സഹായിക്കട്ടെ തൻ്റെ ആത്മാവിനാൽ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഇരിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ.